ഈ ആഗോള മലയാളി സംഗമം നടക്കുമ്പോൾ എന്താ പിതാവിന് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു പന്തക്കുസ്ത അവസാനിച്ചിട്ടില്ല. ഞാൻ സുവിശേഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തുടരുകയാണ്. ഈ കൂടിയൊരുവ് തന്നെ പന്തക്കുസ്തായുടെ ഒരു തുടർച്ചയാണ്. കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ഞാൻ ഇന്ന് സുവിശേഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ജനങ്ങളിലെ വ്യക്തിപരമായിട്ട് കുടുംബപരമായിട്ട് ഇടവുകളെ നവീകരിക്കാനൊക്കെ കാരണമായിട്ടുണ്ട്. ഇന്ന് സഭയിലുള്ള ഒരു പ്രേക്ഷിത മുന്നേറ്റമുണ്ട്. പണ്ട് മിഷൻ ലീഗിലൂടെയൊക്കെ തുടങ്ങിയ മുന്നേറ്റം ഇന്ന് കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ധാരാളം വൈദികരല്ലാത്ത സന്യസ്തരല്ലാത്ത അൽമായരെ മിഷനിലേക്ക് പോകുന്നത് അവരുടെ ഒരു ഉത്തരവാദിത്വമായിട്ടും അവരുടെ ഒരു കടമയായിട്ടും ഒരു തിരിച്ചറിയാൻ മാത്രം കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വളർന്നു. അതുപോലെ ഷാലോം ടി വി, ഷക്കീന ടി വി തുടങ്ങിയ മേഖലകൾ പുതിയ തലമുറകളെ ആകർഷിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇടപെടാനായിട്ട് ഒരുപക്ഷെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഫ്രൂട്ട്സാണ് അതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് കഴിഞ്ഞ 50 വർഷം കൊണ്ട് കേരള സഭയെ നവീകരിച്ചതിന് മാത്രമല്ല എംപവർ ചെയ്തതിന് നന്ദിയുണ്ട്. പിതാവ്, ഈ ഒരു ആധുനിക കാലത്ത് എന്താണ് നമ്മൾ ഈ ഒരു കരിസ്മാറ്റിക് നവീകരണം അല്ലെങ്കിൽ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിനെ നമ്മൾ എത്രത്തോളം പ്രചോദിപ്പിക്കണം, എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത എന്നൊക്കെ പറയുന്നത്? ഓരോ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ഇന്നൊരു ഡിജിറ്റൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നൊരു മീഡിയ ഒരു വലിയ ഒരു എക്സ്പ്ലോഷനുണ്ട്. ഇവിടെയൊക്കെ സഭ കൂദാശകളും കുർബാനയും പള്ളിയാകുവായും മാത്രം നിന്നാൽ നടക്കില്ല. മനുഷ്യൻ്റെ ഇടയിലേക്ക് പോകണം. അതിനുകൊണ്ടാണല്ലോ മാർപ്പാപ്പ തന്നെ പ്രയോഗിക്കുന്ന ന്യൂ ഇവാഞ്ചലൈസേഷൻ, ന്യൂ മെത്തഡോളജി, ന്യൂ സർക്കംസ്റ്റൻസസ്, ന്യൂ ചാലഞ്ചസ്. ഇതിനെല്ലാം സഭ ഉൾക്കൊള്ളാൻ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരണം. അല്ലാതെ സഭ എന്നും ഞങ്ങൾ ചെയ്യുന്നതുപോലെ ചെയ്തിരുന്നാൽ ജീവിക്കാൻ പറ്റുകയില്ല. സോ ഇതൊരു പന്തക്കുസ്തായുടെ തുടർച്ചയാണ്.